സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രവിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ VCയുടെ റിപ്പോർട്ട്. രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയതായും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും രാജ്ഭവൻ VC റിപ്പോർട്ട് നൽകി. രജിസ്ട്രാറുടെ നടപടികളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ശുപാർശ ചെയ്തു. VV അരുൺ തന്നെ നമുക്കൊപ്പമുണ്ട്. അരുൺ, ഇതൊരു അസാധാരണ നടപടിയല്ലേ? രജിസ്ട്രാർക്കെതിരെ VC റിപ്പോർട്ട് നൽകുമ്പോൾ ഇനി എന്ത് തുടർ നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും? രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ VC നൽകിയിരിക്കുന്നത് വ്യക്തമാണ്. കാരണം സർവകലാശാലയുടെ രജിസ്ട്രാറുടെ നടപടി ചാൻസലറായ ഗവർണറോടുള്ള അനാദരവും സർവകലാശാലയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതുമാണ് എന്നൊരു കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മതചിഹ്നങ്ങൾ ഉള്ളത് കൊണ്ട് പരിപാടി നടത്താൻ അനുവദിക്കരുതെന്ന നിലപാടാണ് രജിസ്ട്രാർ സ്വീകരിച്ചത്. പക്ഷെ എന്താണ് മതചിഹ്നമെന്നോ ഏത് മതത്തിന്റെ ചിഹ്നമാണോ എന്നോ വ്യക്തമാക്കിയിട്ടില്ല റിപ്പോർട്ടിൽ. രജിസ്ട്രാർ നേരിട്ടെത്തി അവിടെ സ്ഥലത്തെത്തിയിട്ടും അത് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ VC വ്യക്തമാക്കുന്നു. ഗവർണർ പങ്കെടുക്കുന്ന സമയത്ത് ദേശീയഗാനം ആലപിക്കുമ്പോൾ പരിപാടി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച രജിസ്ട്രാർ നടപടി ആശ്ചര്യകരമെന്നാണ് VC മോഹനൻ കുന്നുമ്മൽ റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ പരിപാടി ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അലങ്കോലപ്പെടുത്താൻ രജിസ്ട്രാർ ശ്രമിച്ചു എന്ന പരിപാടിയുടെ സംഘാടകരായ ശ്രീപത്മനാഭ സേവാ സമിതിയുടെ ആരോപണം കൂടി ആ കത്തുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ VC ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അത് സർവകലാശാലയുടെ ഉള്ളിൽ നിന്നുള്ള അന്വേഷണവും ബാഹ്യ അന്വേഷണവും വേണമെന്നാണ് ആവശ്യം. ഫലത്തിൽ ഇത് ഒരു കടുത്ത നടപടിയിലേക്ക് രജിസ്ട്രാർക്കെതിരെ നടപടിയിലേക്ക് പോകുന്ന ഒരു റിപ്പോർട്ടാണ് VC ഇപ്പോൾ ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സർവകലാശാല വിഷയത്തിൽ മാത്രമല്ല ഭാരതാംബയുമായി ബന്ധപ്പെട്ടും ഗവർണർ സർക്കാർ പോലെ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിലേക്ക് സർവകലാശാല വൈസ് ചാൻസലർ കൂടി കക്ഷി ചേരുകയാണ്. എപ്പോഴും ഗവർണർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നയാളാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനത്തിന് വിരുദ്ധമായി, സർക്കാർ നിലപാടുകൾക്ക് വിരുദ്ധമായി ഗവർണർക്ക് അനുകൂല നിലപാടെടുക്കുന്നയാളാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ഇപ്പോൾ അദ്ദേഹം ഈ വിവാദത്തിൽ കക്ഷിയാവുകയാണ്. അതോടുകൂടി രാജ്ഭവന്റെ തീരുമാനം നിർണായകമാകും. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് രജിസ്ട്രാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഒരു നിർദ്ദേശമാകാം രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഗവർണറുടെ തുടർ നീക്കം ഇക്കാര്യത്തിലുണ്ടാവും. ചാൻസലർ കൂടിയായ ഗവർണർ രജിസ്ട്രാർക്കെതിരെ നടപടി എടുക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതും പ്രസക്തമാണ്. റവാഡ